ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം അധ്യായം പ്രഥമസ്കന്ധം അധ്യായം 11. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു മടങ്ങുന്ന ആ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ടുള്ള പാഠമാണ്, ചാപ്റ്ററാണ്. നമുക്ക് എന്തായാലും ഏകദേശം പകുതിയിലായി നമ്മൾ ഈ ഒരു അധ്യായത്തിന്റെ 25-ാമത്തെ ശ്ലോകം മുതൽ നോക്കണം. ഇവിടെ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ കണ്ടു, ഭഗവാൻ കൃഷ്ണൻ അവിടെ വരുന്ന സമയത്ത് അവിടെ അവര് ഭഗവാനെ എങ്ങനെ വെൽക്കം ചെയ്തു എന്നുള്ളത് ഒരു സെക്ഷൻ നമ്മൾ കണ്ടു. അതിനുശേഷം അടുത്ത കുറച്ച് ശ്ലോകങ്ങളായിട്ട് നമ്മൾ കണ്ടു ഭഗവാൻ എങ്ങനെ അവരോട് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടും ഒരുപാട് അലങ്കാരങ്ങൾ കൊണ്ടും ഒക്കെ ആണ് ഭഗവാനെ സ്വീകരിക്കുന്നത്. ഒരുപാട് സ്തുതിച്ചുകൊണ്ട് അപ്പോൾ തിരിച്ച് ഭഗവാൻ എങ്ങനെ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി ഇപ്പോൾ ഈ ഒരു 4 ശ്ലോകങ്ങൾ, ഇവിടെയുള്ള 24-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ ആ സൗന്ദര്യത്തെക്കുറിച്ച്, ഭഗവാന്റെ ആ ഒരു ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. നോക്കാം. 24-ാമത്തെ ശ്ലോകത്തില് എന്താണ് പറഞ്ഞത്? രാജാ മാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായ കുലസ്ത്രിയഃ ഹർമ്യാണി ആരുരുഹുർവിപ്ര തദ് ഈക്ഷണ മഹോത്സവഃ.
ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ ആ രാജവീതിയിലൂടെ, ദ്വാരകയിലെ രാജവീതിയിലൂടെ നടന്നു വരുമ്പോൾ സ്ത്രീകളൊക്കെ, അവിടെയുള്ള അവരെല്ലാവരും എവിടെ പോകുന്നു? റൂഫ് ടോപ്പില്, ടെറസിൽ പോയിട്ടാണ് കൃഷ്ണനെ നോക്കുന്നത്. അവരവരുടെ വീടിന്റെ മുകളിൽ, അല്ലെങ്കിൽ കൊട്ടാരമാണെങ്കിൽ വീടാണെങ്കിൽ മുകളിൽ പോയി ടെറസിൽ പോയി ആണ് കൃഷ്ണനെ നോക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഒരു ഉത്സവം പോലെയായിരുന്നു എല്ലാവർക്കും എന്നാണ് പറയുന്നത് ഈ ഒരു കാഴ്ച. കൃഷ്ണന്റെ ആ മനോഹരമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണന്റെ ആ തിരിച്ചുവരവ്. അതാണ് 24ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 25ാമത്തെ ശ്ലോകത്തിൽ എന്താന്ന് നോക്കാം. ഓക്കെ. നിത്യം നിരീക്ഷമാണാനാം യത് അപി ദ്വാരകൗകസാം വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ധാമാംഗം അച്യുതം. നിത്യം നിരീക്ഷമാണാനാം യത് അപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ധാമാഗമച്യുതം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശ ശ്രിയോ ധാമാംഗമച്യുതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശ ശ്രിയോ ധാമാംഗമച്യുതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ധാമാംഗമച്യുതം. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശഃ ശ്രിയോ ധാമാംഗമച്യുതം. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃശ ശ്രിയോ ധാമാംഗമച്യുതം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. വിവർത്തന ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീ വെങ്കടേശ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. സർവ സൗന്ദര്യങ്ങളുടെയും കലവറയായ അപ്രമാദഗതിയായ ഭഗവാനെ സദാ ദർശിച്ച് ശീലിച്ചവരാണ് ദ്വാരകാവാസികളെങ്കിലും ഒരിക്കലും അവർക്ക് മതിയായിരുന്നില്ല. ഭാവാർത്ഥം. ദ്വാരകാപുരിയിലെ സ്ത്രീജനങ്ങൾ കൊട്ടാര മട്ടുപ്പാവുകളിൽ നിലകൊണ്ടപ്പോൾ മുമ്പ് പലതവണ തങ്ങൾ അച്യുതനായ ഭഗവാന്റെ സുന്ദര രൂപത്തെ ദർശിച്ചിരുന്നുവെന്ന് അവർ ചിന്തിച്ചതേയില്ല. ഭഗവത് ദർശനത്തിനുള്ള അവരുടെ അഭിലാഷത്തിന് പരിപൂർണ തൃപ്തിയായിട്ടില്ല എന്ന് ഇത് വ്യഞ്ചിപ്പിക്കുന്നു. പരിപൂർണ തൃപ്തിയുടെ നിയമം അനുസരിച്ച് ഭൗതികമായതെന്തും അനേകം തവണ ദർശിക്കുന്നതായാൽ അവസാനം അനാകർഷകമായി തീരും. പരിപൂർണ തൃപ്തിയുടെ നിയമം ഭൗതികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ആത്മീയ തലത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. അച്യുത എന്ന പദം ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു. എന്തെന്നാൽ ഭഗവാൻ കൃപാപുരസരം ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നുവെങ്കിലും അദ്ദേഹം അപ്രമാദഗതി അഥവാ വീഴ്ച സംഭവിക്കാത്തവനാകുന്നു. ജീവസത്തകൾ വീഴ്ച സംഭവിക്കുന്നവരാണ്. കാരണം ഭൗതിക ലോകവുമായി സമ്പർക്കത്തിലാകുമ്പോൾ അവർക്ക് അവരുടെ ആത്മീയ വ്യക്തിത്വത്തിന്റെ അഭാവമുണ്ടാകുന്നു. അപ്രകാരം ഭൗതികമായി ആർജിച്ച ശരീരം പ്രകൃതി നിയമത്തിന് വിധേയമായി ജനനം, വളർച്ച, രൂപപരിണാമം, അവസ്ഥിതി, അപകർഷം, ഉന്മൂലനം എന്നിവയ്ക്ക് വിഷയമാകുന്നു. ഭഗവാന്റെ ശരീരം അതുപോലെയല്ല. അദ്ദേഹം എപ്രകാരമാണോ അതേ വണ്ണം അദ്ദേഹം അവതരിക്കുന്നു. മാത്രവുമല്ല ഭൗതിക ഗുണങ്ങളുടെ നിയമത്തിന് അദ്ദേഹം ഒരിക്കലും വിധേയനുമല്ല. എല്ലാറ്റിന്റെയും സ്രോതസ്സും നമ്മുടെ അനുഭവത്തിന് അതീതമായ സർവ്വ സൗന്ദര്യങ്ങളുടെയും സംഭരണിയുമാണ് അദ്ദേഹത്തിന്റെ രൂപം. ആയതിനാൽ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം ദർശിച്ച് ആർക്കും പരിപൂർണ തൃപ്തിയാകുന്നില്ല.
എന്തെന്നാൽ നവനവങ്ങളായ സൗന്ദര്യങ്ങൾ സദാ ആവിഷ്കൃതമായി കൊണ്ടിരിക്കുന്നു. അതീന്ദ്രിയ നാമം, രൂപം, ഗുണങ്ങൾ, പരിവാരങ്ങൾ തുടങ്ങിയവയെല്ലാം ആത്മീയ ആവിഷ്കാരങ്ങളാണ്. മാത്രമല്ല ഭഗവാന്റെ ദിവ്യനാമ ജപത്തിൽ പൂർണ്ണ തൃപ്തി എന്നതില്ല. ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിലും പൂർണ്ണ തൃപ്തി കൈവരില്ല. കൂടാതെ ഭഗവാന്റെ പരിവാരങ്ങൾക്കും പരിമിതിയില്ല. അദ്ദേഹം എല്ലാറ്റിന്റെയും സ്രോതസ്സും അപരിമിതനുമാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഇവിടെ ദ്വാരകവാസികൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ദ്വാരകയിലെ എല്ലാ ദ്വാരകവാസികളും കൃഷ്ണനെ കണ്ടിട്ട് അവർക്ക് മതിയാവുന്നില്ല. എത്ര പ്രാവശ്യം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ശരിയാണ്, കുറച്ച് മാസങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ചു കാലം അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന വരവാണ്. അപ്പൊ കുറച്ചു കാലത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്നാലും ഇവര് ആദ്യമായിട്ട് കാണുന്ന പോലെ, അതായത് എത്ര കണ്ടിട്ടും മതി പോലെയായിരുന്നു എല്ലാവരുടെയും ഭഗവാൻ കൃഷ്ണനെ കാണുക എന്ന് പറയുന്നത് ദിവ്യമായിട്ടുള്ള ഭഗവാനെ പോലെ സൗന്ദര്യമുള്ള വേറെ ആരാണുള്ളത്? വേറെ ആരുമില്ല. എല്ലാ സൗന്ദര്യത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപത്തെ അവര് കണ്ട് ഉത്സവം പോലെയായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. എല്ലാ ഭംഗിയുടെയും, അല്ലെങ്കിൽ നമ്മൾ ഭംഗി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സൗന്ദര്യം എന്ന് പറയുന്നതിന്റെ എല്ലാത്തിന്റെയും ഉറവിടമാണ് അദ്ദേഹം. അതാണ് പറയുന്നത് ഇവിടെ. എന്നിട്ട് ഇവര് കാണുന്നു, ഇവർക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ടിട്ടും ആർക്കും മതിയാവുന്നില്ല. ആ ഒരു അവസ്ഥയാണ്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവരാദ്യമായിട്ടല്ല കാണുന്നത് ഭഗവാനെ, ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എത്ര കണ്ടിട്ടും ആ സൗന്ദര്യം അദ്ദേഹത്തിനെ കണ്ടിട്ട് ആ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അവർക്ക്. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശീല പ്രഭുപാദി നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവുമ്പോൾ നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞാല് അതിനോടുള്ള അട്രാക്ഷൻ പോകുന്നു. എന്താണെങ്കിലും അങ്ങനെയാണ്. ഈ ലോകത്ത് എന്തെടുത്തോളൂ, ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ള എന്താണെങ്കിലും, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, നമ്മളൊക്കെ ഓരോരുത്തർക്കും ഓർത്തു കഴിഞ്ഞാൽ അറിയാം. ഇത്രയും ഭംഗിയുള്ളത് നമ്മൾ കിട്ടുന്നവരെ ഒരുപാട് ഭംഗി, അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് കിട്ടുന്നവരെ ഒരുപാട് ആഗ്രഹമായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്, അതിനോടുള്ള ഒരു അട്രാക്ഷൻ കാരണം. പക്ഷെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അതിനൊരു പുതുമയുണ്ടാവും. കുറച്ച് കഴിഞ്ഞാല് പുതുമ കഴിയുന്നതോടുകൂടി നമുക്ക് അത് മാറി ഇനി വേറെയാവും നമ്മുടെ ചിന്തകൾ. ഇങ്ങനെയാണ് എല്ലാം. എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, ഭൗതികമായിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. കിട്ടുന്നവരെ ഉണ്ടാവുള്ളൂ ആവേശം, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കുറച്ചു കാലമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് അപ്പോഴേക്കും പിന്നെ പുതിയ വെറൈറ്റി, പിന്നെ പുതിയത് ആസ്വദിക്കാനാണ്, അല്ലെങ്കിൽ പുതിയത് കാണാനും പുതിയത് കിട്ടാനും വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളോട് പറയുന്നത്. ഇങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള എല്ലാം ആക്ച്വലി. അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് അങ്ങനെയാണ്. ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഈ നമ്മുടെ സെൻസസ്, ഓരോ ഇന്ദ്രിയങ്ങളും അങ്ങനെയാണ് ആക്ച്വലി. അതുകൊണ്ടാണ് ഈ ലോകത്ത് ആർക്കും ഒരു സമാധാനവും ഇല്ലാത്തത്, ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാത്തത്. കാരണം എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിരിക്കും പിന്നെ നമ്മുടെ ആഗ്രഹം. കിട്ടുന്നവരെ സന്തോഷമുണ്ടോ, കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും, പിന്നെ അത് കിട്ടാൻ വേണ്ടി ഓടും, പിന്നെ അത് നഷ്ടപ്പെടും, അടുത്തേക്ക് പോകും. ഇങ്ങനെ എത്ര ഓടിയിട്ടും എത്ര നടന്നിട്ടും കാര്യമില്ല, എവിടെ എത്താൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇവിടെ എത്ര പ്രാവശ്യം നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഇവിടെ എത്ര പ്രാവശ്യം മനുഷ്യനായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടും ഇവിടുത്തെ ഭൗതികമായിട്ടുള്ള സാധനങ്ങളോടും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോടുള്ള അട്രാക്ഷൻ നമ്മുടെ ഇതുവരെ പോയിട്ടില്ല. കാര്യം നമ്മൾ വിചാരിക്കുന്നു ഇതല്ലെങ്കിൽ വേറെ വെറൈറ്റി വേറെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുമ്പോൾ ആഗ്രഹങ്ങൾ കൂടുന്നു, അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഭഗവാനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മടുപ്പ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യം അങ്ങനെയാണ്. കാര്യം അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതിന് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും, അതേപോലെ തന്നെ സാറ്റിയേഷൻ ഉണ്ടാവില്ല. സാറ്റിയേഷനും സാറ്റിസ്ഫാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാറ്റിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ. സംതൃപ്തി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല ഭൗതികമായിട്ടുള്ളത്. എന്നാൽ ആധ്യാത്മിക തലത്തിലുള്ള എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, നമുക്ക് ഒരു മടുപ്പും തോന്നുന്നില്ല. ശരിക്കും അങ്ങനെയാണ്. ശരിക്കും നമ്മളത് വേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഇവിടെ ശിലപ്രഭുജി അവസാനത്തോടു കൂടി പറയുന്നു, ഭഗവാന്റെ നാമമാവട്ടെ, ഭഗവാന്റെ രൂപമാവട്ടെ, ഭഗവാനെ കുറിച്ചുള്ള ചർച്ചകളാവട്ടെ, ഭാഗവത പഠനമാവട്ടെ, ഭഗവത്ഗീത പഠനമാവട്ടെ, എന്തെങ്കിലും ഇത് എന്തും ഭഗവാനുമായിട്ട് കണക്ട് ആയിട്ടുള്ള എന്ത് കാര്യം ആയിക്കോട്ടെ, സത്സംഗമാവട്ടെ, നമ്മൾ ശരിക്കും അതില് ഇൻവോൾവ് ചെയ്ത് ആത്മാർത്ഥപരമായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് അതിനോടുള്ള അട്രാക്ഷൻ കൂടുകയുള്ളൂ, ഒരിക്കലും കുറയില്ല. അതിന് ഒരു കുറവും ഉണ്ടാവില്ല. അത് ഭൗതികമായിട്ടുള്ള ഒരു അട്രാക്ഷൻ പോലെയല്ല. അതാണ് സ്പെഷ്യൽ, അതാണ് പ്രത്യേകത. കാര്യം അതീന്ദ്രിയ തലത്തിലുള്ളതാണ് അതെല്ലാം. ഇവിടെ അവിടെയുള്ള ദ്വാരകവാസികൾക്ക് തോന്നുന്നത്, ഒരുപാട് പ്രാവശ്യം കൃഷ്ണനെ കണ്ടിട്ടുണ്ട്. ഈവൻ കൃഷ്ണന്റെ ലീലകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം സമയം അദ്ദേഹം ദ്വാരകയിലായിരുന്നു. 125 വർഷങ്ങൾ അദ്ദേഹം ലീലകൾ ചെയ്തു. ആ സമയത്ത് 100 വർഷത്തിന് മേലെ അദ്ദേഹം ദ്വാരകയിലായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുള്ള ദ്വാരകാവാസികൾക്കാണ്. എത്രയായാലും അവർക്ക് മതിയാവുന്നില്ല. അതാണ് കാര്യം. അതാണ് അതീന്ദ്രിയ തലത്തിലുള്ള കാര്യങ്ങൾ, ഭഗവാനുമായിട്ട് കണക്ട് ആയിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. എന്താണ് ശിഷ്ടാഷ്ടകത്തിൽ പറയുന്നത്? ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം. ഓരോ നിമിഷത്തിലും അതിനോടുള്ള അല്ലെങ്കിൽ ആനന്ദം നമുക്ക് കൂടുകയുള്ളൂ, അല്ലെങ്കിൽ അതിനോടുള്ള അട്രാക്ഷൻ കൂടി വരികയുള്ളൂ. അതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഭൗതികമായിട്ടുള്ള എന്തും നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു, അതിനോടുള്ള അട്രാക്ഷൻ പോയി, അതിനോട് പിന്നെ മടുപ്പും വെറുപ്പും ഒക്കെ തോന്നും അവസാനം. അങ്ങനെ തോന്നും. സോ അതാണ് വ്യത്യാസം. പിന്നെ ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയതി ജയതി ദേവോ ജയതി ജനനി വാസോ, ആ ശ്ലോകമല്ല, ജയതി ജനനി വാസോ ദേവകി ജന്മവാദോ യദുവര പരിഷസ്വൈർ ദോർഭിരസിൻ അധർമ്മം സ്ഥിരചരവൃജിനഗ്ന സുസ്മിത ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് ദശമസ്കന്ധത്തിലൊരു ശ്ലോകം വരുന്നു. അവിടെ ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തെ കാമദേവൻ എന്ന് വിളിക്കുന്നു. കാമദേവൻ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഭൗതിക ലോകത്തിലെ ഇവിടെയുള്ള കാമദേവനല്ല. അത് അദ്ദേഹം ആക്ച്വലി മറ്റുള്ള ദേവി ദേവന്മാരുടെ ഒരു സ്ഥാനത്തുള്ള ഒരു ദേവനാണ്. എന്നാൽ ഭഗവാനെ കാമദേവൻ എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആധ്യാത്മിക ലോകത്തിലുള്ള എല്ലാവർക്കും ഭഗവാനോടുള്ള ഒരു അട്രാക്ഷൻ തോന്നും. അതാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം. പ്രത്യേകിച്ചും പറയുവാണെങ്കിൽ കാമദേവൻ എന്ന് വിളിക്കാൻ വേറൊരു കാര്യം കൂടെ എന്താണെന്ന് വെച്ചാൽ വൃന്ദാവനത്തിലെ അല്ലെങ്കിൽ രാഗാനുഗ ഭക്തി, ശ്രീല രൂപഗോസ്വാമി സാധനാ ഭക്തി, രാഗാനുഗ ഭക്തി എന്ന് പറഞ്ഞ് ഭക്തിരസാമൃത സിന്ധുവില് പറയുന്നുണ്ട്. അതില് രാഗാനുഗ ഭക്തി 2 തരത്തിലുണ്ട്. ഒന്ന് കാമാനുഗ ഭക്തി, രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമാനുഗ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപികമാർക്ക് ഉള്ള ആ ഒരു സ്നേഹം, ഭഗവാനോടുള്ള സ്നേഹം. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ വരുന്നത് വാത്സല്യരസത്തിലുള്ളവര് അല്ലെങ്കിൽ സഖ്യരസത്തിലുള്ള ഭക്തർക്ക് ഭഗവാനോട് തോന്നുന്ന ഭക്തി.
ഇത് രണ്ടും രാഗഭക്തിയിൽ വരുന്നതാണ്. പക്ഷെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അവിടെ രൂപഗോസ്വാമി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ അവിടെ ഗോപികമാർക്ക് ഭഗവാനോട് തോന്നുന്ന ആ ഒരു ഭക്തിയെ കാമാത്മിക ഭക്തി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാണ് എക്സ്പ്ലനേഷൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാൻ കാമദേവൻ ആണ് അവിടുത്തെ. എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്നു അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ രൂപമാധുര്യം. ശ്രീല ബിൽവമംഗല ഠാക്കൂർ കൃഷ്ണ കർണാമൃത എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം ഭഗവാന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നു. സൗന്ദര്യം മാത്രമല്ല, ഭഗവാന്റെ 3 ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. അദ്ദേഹം പറയുന്നു, മധുരം മധുരം വപുരസ്യ വിഭോ, മധുരം മധുരം വദനം മധുരം. മധുരം ആദ്യം എന്താ പറഞ്ഞു? മധുരം മധുരം 2 പ്രാവശ്യം മധുരം പറഞ്ഞു. വപുരസ്യ വിഭോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചാണ്. വപു എന്ന് പറഞ്ഞ രൂപം. ഭഗവാന്റെ രൂപം മധുരം മധുരം അതിമധുരമാണ്. 2 പ്രാവശ്യം മധുരം എന്ന് അദ്ദേഹം ഉപയോഗിച്ചു. ഇനി അതിനുശേഷം പറയുന്നു, എന്നാൽ അവിടെ നിർത്തിയിട്ടില്ല അദ്ദേഹം. മധുരം മധുരം വദനം മധുരം. ഇനി വദനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം, ഭഗവാന്റെ മുഖം, ഫേസ്. മുഖം എങ്ങനെയാണ്? 3 പ്രാവശ്യം മധുരം എന്ന് പറഞ്ഞു. മധുരം മധുരം വദനം മധുരം. ആദ്യം 2, ഇവിടെ 3 പ്രാവശ്യമായി. രൂപത്തെ 2 മധുരം എന്ന് പറഞ്ഞു. വദനം, ഫേസ് അദ്ദേഹം 3 പ്രാവശ്യം മധുരം എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ്? മധുഗന്ധി മൃദുസ്മിതം ഏതത് അഹോ. മധുരം 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 മധുരം. അദ്ദേഹം പിന്നെ പറയുന്നത് ഭഗവാന്റെ മന്ദസ്മിതത്തെ കുറിച്ചാണ്. മധുഗന്ധി മൃദുസ്മിതം. മൃദുസ്മിതം അദ്ദേഹത്തിന്റെ ആ സ്മിതം, അദ്ദേഹത്തിന്റെ പുഞ്ചിരി. മധുഗന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു അല്ലെങ്കിൽ തേനിന്റെ ഗന്ധമുള്ള ആ മന്ദസ്മിതം. ഏതത് അഹോ. അഹോ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് അവിടെ ബിൽവമംഗല ഠാക്കൂർ. അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോഹോ പറയാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് പോയി. അത്രമാത്രം മധുരമാണ്. എന്നാൽ അദ്ദേഹം അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഇനി പറയാൻ പറ്റുന്നില്ല. ഭഗവാന്റെ ആ മൃദു മന്ദസ്മിതത്തെ കുറിച്ച്, മധുഗന്ധി മൃദുസ്മിതത്തെ കുറിച്ച്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, എന്നാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് പറയുന്നു മധുരം 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 4 പ്രാവശ്യം. 2, 3, 4. അപ്പൊ ഭഗവാന്റെ മധുരം ഒന്നുകൂടെ പറയാം. മധുരം മധുരം വപുരസ്യ വിഭോ, മധുരം മധുരം വദനം മധുരം, മധുഗന്ധി മൃദുസ്മിതം ഏതത് അഹോ, മധുരം 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 മധുരം. അതിമനോഹരം. അപ്പോൾ അദ്ദേഹത്തിന്റെ മന്ദസ്മിത, അദ്ദേഹത്തിന്റെ സ്മിത, അദ്ദേഹത്തിന്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ രൂപത്തെക്കാൾ ഭംഗിയാണ്, മധുരമാണ് അദ്ദേഹത്തിന്റെ മുഖം. അദ്ദേഹത്തിന്റെ മുഖത്തേക്കാൾ ഭംഗിയാണ്, മധുരമാണ് അദ്ദേഹത്തിന്റെ പുഞ്ചിരി, ചിരി എന്നാണ് ബിൽവമംഗല ഠാക്കൂർ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ചിരിയാവട്ടെ, അദ്ദേഹത്തിന്റെ മുഖമാവട്ടെ, അദ്ദേഹത്തിന്റെ രൂപമാവട്ടെ, അദ്ദേഹത്തിന്റെ നാമമാവട്ടെ, എല്ലാം അതിമനോഹരമാണ്. ഇനി മധുരം നാമത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയുടെ ഒരു ശ്ലോകം വരുന്നു. ഹരേ കൃഷ്ണ മഹാമന്ത്രം രാധയുടെയും കൃഷ്ണന്റെയും നാമത്തിന്റെ മാധുര്യത്തെ കുറിച്ച് പറയുന്നു ആ ശ്ലോകത്തിൽ. കാര്യം ഇവിടെ അവസാനത്തെ വഴിയിൽ ശില പ്രഭുപാദി ഭഗവാന്റെ നാമം, രൂപം, ക്വാളിറ്റീസ് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ചർച്ചയിലേക്ക് എത്തിയത്. ഇപ്പൊ സൗന്ദര്യത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇനി കൂടുതൽ പറയാൻ നമുക്ക് വാക്കുകളില്ല. കാര്യം വല്ലഭാചാര്യ അദ്ദേഹം മധുരാഷ്ടകം എഴുതിയിട്ടുണ്ട്. അതിൽ മധുരം മാത്രമേ ഉള്ളൂ, എല്ലാം മധുരമാണ്. അതേപോലെ ബിൽവമംഗല ഠാക്കൂറിന്റെ ഇപ്പൊ നമ്മൾ ഒരു ശ്ലോകം കേട്ടു. അതേപോലെ നാമത്തെ കുറിച്ചും പറയുന്നു. ഭഗവാൻ കൃഷ്ണന്റെ നാമം എന്ന് പറയുന്നത് അതിമധുരമാണ് എന്ന്. പ്രത്യേകിച്ചും രാധയുടെയും കൃഷ്ണന്റെയും നാമം ഒരുമിച്ച് വരുമ്പോൾ
അതിനും മനോഹരമാണ്, അതിനും മധുരമാണ്. രാധേതി ഒരു ശ്ലോകം വരുന്നു, സ്ഥാവാവലി ശ്രീല രഘുനാഥദാസ് ഗോസ്വാമിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. രാധേതി നാമ നവ സുന്ദര സീധു മുക്തം കൃഷ്ണേതി നാമ മധുരാത്ഭുത ഗാഢദുക്തം സർവക്ഷണം സുരഭിരാഗഹിമേന രമ്യം കൃത്വാ തദേവ പിബ മേ രസനേഷുദാർത്തേ. മനോഹരമായിട്ടുള്ള അർത്ഥമാണ്. എന്താണ് പറയുന്നത്? രാധേതി നാമ നവ സുന്ദര സീതുമുക്തം. രാധാറാണിയുടെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമധുരമായിട്ടുള്ള സീതു മുഗ്ധം, നെക്ടർ അല്ലെങ്കിൽ അമൃത്, അമൃതിനേക്കാൾ മധുരമുള്ളതാണ് രാധാനാമം. അതായത് ഹരേ കൃഷ്ണയിലെ ഹരേ. ഓക്കെ, ആദ്യത്തെ ഇപ്പോൾ മധുരമുള്ള അല്ലെങ്കിൽ അമൃതിനേക്കാൾ മധുരമുള്ള നമ്മൾ ആ ഒരു അമൃത് ഓർക്കുക. അതിന്റെ ഒരു നമുക്കറിയില്ല, അമൃത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ. ഒരുപക്ഷെ മാക്സിമം നമ്മൾ തേൻ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. തേനിന്റെ മധുരം ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എന്താണെങ്കിലും ഇപ്പോൾ രാധേതി നാമ നവ സുന്ദര സീതുമുക്തം. നവ എന്ന് പറഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള നെക്ടർ, ഫ്രഷ് ആയിട്ടുള്ള അമൃത്, അതിമധുരം. അതിനും ഒരുപാട് മധുരമുണ്ട്. രാധാനാമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്ന് പറയുന്നു. കൃഷ്ണേതി നാമ മധുരാത്ഭുത ഗാഢദുക്തം. ഇനി കൃഷ്ണന്റെ നാമം എങ്ങനെയാണ്? മധുരാത്ഭുത, മധുരം ആണ്, അത്ഭുതകരമായിട്ടുള്ള, ഭയങ്കര മധുരമാണ്, അത്ഭുതകരമാവും കൂടിയാണ്. ഗാഢദുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറുക്കിയ പാല് പോലെ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് പറയും. കുറുക്കി കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറുക്കി അത് കട്ടിയാവും അല്ലെ? ഇനി അതിനകത്ത് അമൃത് ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ്. ഇപ്പോൾ കൃഷ്ണന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കിയിട്ടുള്ള കട്ടിയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് പോലെ. അതിന് ഓൾറെഡി സ്വീറ്റ്നെസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അമൃത്, രാധാനാമത്തിന് അമൃതും കൂടെ വന്ന് മിക്സ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണത്. പിന്നെ മൂന്നാമത്തെ വരിയിൽ പറയുന്നു, ഇനി ആ കോമ്പിനേഷനിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്താണ് നോക്കൂ. സർവക്ഷണം സുരഭിരാഗഹിമേന രമ്യം. ഇനി അതിനകത്ത് ആഡ് ചെയ്യാൻ പോണത് എന്ത് ഇൻഗ്രീഡിയന്റ് ആണ്? കർപ്പൂരം. കർപ്പൂരം എന്ന് പറഞ്ഞ് തണുപ്പ് കൊടുക്കുന്നതാണ്. ആ കർപ്പൂരത്തെ ഇവിടെ ഉപമിച്ചിട്ടുള്ളത് രാഗം, അതായത് ഈ നാമം ചൊല്ലുന്ന വ്യക്തിക്ക് ആ നാമങ്ങളോട് തോന്നുന്ന രാഗം അല്ലെങ്കിൽ അനുരാഗത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭാവത്തോടുകൂടി നമ്മൾ നാമം ചൊല്ലുമ്പോൾ നമ്മുടെ ആ ഒരു സ്നേഹവും പ്രേമം കൂടെ അതിനകത്ത് വരുവാണ്, ആ ഭാവം കൂടെ വരുവാണ് നാമത്തില്. ഓൾറെഡി ഈ പറഞ്ഞ പോലെ അതിമധുരമായിട്ടിരിക്കുന്ന ഒരു സംഭവത്തില് ഹിമേന രമ്യം, അതായത് ഹിമ എന്ന് ഉദ്ദേശിക്കുന്നത് തണുപ്പിച്ചാൽ എന്തായിരിക്കും? ഇനി വേറൊരു തലത്തിൽ ആലോചിച്ചു കഴിഞ്ഞാല് പായസം, ചില പായസങ്ങൾ പ്രത്യേകിച്ചും കുറുക്കിയിട്ടുള്ള പായസങ്ങളൊക്കെ, പാലടി ആവട്ടെ അല്ലെങ്കിൽ പാൽപ്പായസം ആവട്ടെ, നല്ലോണം കുറുക്കിയ പായസം ആക്ച്വലി ചൂടോടുകൂടി കുടിക്കുന്നതിനല്ല ടേസ്റ്റ്, തണുപ്പിച്ച് കഴിക്കുന്നതിനാണ് ടേസ്റ്റ്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമായിരിക്കും. തണുത്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂടും. ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മാത്രം, അതിന്റെ ടേസ്റ്റ് ഡബിൾ ആവും ആക്ച്വലി. ശരിയല്ലേ? ഈവൻ സ്വീറ്റ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ചൂടോട് കൂടിയിട്ടല്ല നല്ലത്, തണുത്ത് കഴിയുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും വരുന്നത്. ഇനി അത് തണുപ്പിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ കർപ്പൂരം കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതാണ് ഇവിടെ പറയുന്നത്. കർപ്പൂരമാവുന്ന നമ്മുടെ ആ ഒരു രാഗം അല്ലെങ്കിൽ ആ ഒരു നാമത്തോടുള്ള ആ രുചി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു അട്രാക്ഷൻ, നമ്മുടെ സ്നേഹം, പ്രേമം,
അതും കൂടി ആവുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? എന്നിട്ട് പറയുന്നു ആ ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയില് കൃത്വ തദേവ പിബമേ രസനെ ക്ഷുതാർത്ഥേ. ഓ രസനെ, ഓ നാവിനോട് പറയുവാണ് ശില രഘുനാഥദാസ് ഗോസ്വാമി, ഓ നാവേ, ഇത്രയും അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ. നാവിനോട് പറയാ, വേറെ ഒന്നും രുചിക്കാൻ പോകേണ്ട ആവശ്യമില്ല, എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യില് രാധാനാമം, രാധാറാണിയുടെ നാമവും കൃഷ്ണന്റെ നാമവും മിക്സ് ചെയ്തിട്ടുള്ള അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അത് ആ ഒരു ഭാവത്തോടു കൂടി നമുക്ക് ചൊല്ലുവാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ രുചികരമായിട്ടുള്ള വേറെ എന്താണ് ഉള്ളത് ലോകത്ത്? അതുകൊണ്ട് നാവിനോട് രഘുനാഥദാസ് ഗോസ്വാമി പറയാണ്, കൃത്വ തദേവ പിബമേ രസനെ ക്ഷുതാർത്ഥേ. അതായത് സദാസമയവും ആ ഈ പറയുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷനിലുള്ള ആ നെക്ടർ, ആ അമൃത് അല്ലെങ്കിൽ ആ ഒരു പായസം അത് രുചിച്ചാൽ മതി, എല്ലാവിധ സാറ്റിസ്ഫാക്ഷനും കിട്ടും എന്നാണ് പറയുന്നത്. സദാസമയവും നിത്യം നാവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണ് രഘുനാഥദാസ് ഗോസ്വാമി. ഓ നാവേ, വേറെ എവിടെയും പോകണ്ട, ഇത്രയും അതിമനോഹരമായിട്ടുള്ള മധുരമായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ട് ഇവിടെ, പായസമുണ്ട്. സോ ആ അമൃതിന് തുല്യമായിട്ടുള്ള ആ ഒരു പായസമുണ്ട്, ഹാബിറ്റ്, അത് കഴിക്കും, അത് ടേസ്റ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ശ്ലോകത്തില്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ശ്ലോകത്തില് പറയുന്നു ഭഗവാന്റെ നാമത്തിന്റെ ആ ഒരു മാധുര്യത്തെ കുറിച്ച്. അങ്ങനെ ഓരോന്നിനും പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. സോ ഭഗവാന് കണക്ട് ആയിട്ടുള്ള അതീന്ദ്രിയ തരത്തിലുള്ള എല്ലാം തന്നെ ഒരുപാട് അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്ക് ഒരിക്കലും മടുക്കില്ല. കൂടുതൽ 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 നമുക്ക് അതിനോടുള്ള അട്രാക്ഷൻ കൂടുകയുള്ളൂ. അതാണ് ആധ്യാത്മിക തലത്തിലുള്ള കാര്യങ്ങളുടെ ഒരു നിലപാട്. ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാം അവസാനിക്കും, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അവസാനം മടുപ്പും തോന്നും, വെറുപ്പും തോന്നും, പിന്നെ വേറെ കാര്യങ്ങളുടെ പുറകിൽ നമ്മൾ പോകും. അതാണ് അവസ്ഥ. അപ്പോൾ മനോഹരമായിട്ടുള്ള ശ്ലോകം 26 നോക്കാം. ശ്രീയോ നിവാസോ യസ്യോരഃ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരാംഗണാം പദാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോ യസ്യോരാ പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീയോ നിവാസോപാത്രം മുഖം ദൃശ്യാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, ഓക്കെ. വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ.
വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പ്രഭു ഇത് 2 പേജ് അപ്പുറത്തുണ്ട്, അപ്പോ ഹാഫ് വായിച്ചാ മതിയോ? അതോ ഇത് ഓക്കെ, കുഴപ്പമില്ല, വായിച്ചോളൂ, അത്ര വലുതല്ല. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ മാറിടം ഭാഗ്യദേവതയായ ലക്ഷ്മി ദേവിയുടെ ധാമമാകുന്നു. മനോഹരമായതെന്തിനേയും പാനം ചെയ്യാൻ അതിയായി അഭിലഷിക്കുന്ന നയനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചന്ദ്രസമാനമായ വദനം പാനപാത്രമാകുന്നു. അദ്ദേഹത്തിന്റെ ബാഹുക്കൾ ഭരണകാര്യ നിർവാഹകരായ ദേവന്മാരുടെ വിശ്രമ സ്ഥലമാകുന്നു. ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഒഴികെ മറ്റൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാത്ത ശുദ്ധഭക്തരുടെ അഭയസ്ഥാനമാകുന്നു അദ്ദേഹത്തിന്റെ പാദപങ്കജം. ഭാവാർത്ഥം: വിവിധ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ വിഭിന്ന വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തമായ സുഖങ്ങൾ കാക്ഷിക്കുന്നു. ഭാഗ്യദേവതയുടെ പ്രീതിക്കായി പ്രയത്നിക്കുന്ന വ്യക്തികളുണ്ട്. ചിന്താമണി ധാമത്തിൽ ഭഗവാൻ സദാ എല്ലാ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി അനേക സഹസ്രം ഭാഗ്യദേവതമാരാൽ പരിസേവിതനാണെന്ന ജ്ഞാനം വേദസാഹിത്യങ്ങൾ നൽകുന്നു. ചിന്താമണി ധാമം ഭഗവാന്റെ അതീന്ദ്രിയ ധാമം. അവിടെ വൃക്ഷങ്ങളെല്ലാം കൽപ്പവൃക്ഷങ്ങളാകുന്നു. ആഗ്രഹിക്കുന്നതെന്നും നൽകുന്ന വൃക്ഷങ്ങൾ മാത്രമല്ല, ഭവനങ്ങളെല്ലാം ചിന്താമണി രത്നങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു. ഭഗവാൻ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ നൈസർഗിക ശ്രദ്ധാവിഷയമായ സുരഭി ഗോക്കളുടെ പരിപാലനത്തിൽ മുഴുകിയിരിക്കുന്നു. ഭഗവാന്റെ ശാരീരിക ലക്ഷണങ്ങളിൽ ആകർഷിതരാകുന്ന പക്ഷം ഭാഗ്യദേവതയെ ദർശിക്കുവാൻ താനെ സാധ്യമാകുന്നു. ശുഷ്കമായ സൈദ്ധാന്തിക ശീലത്താൽ നിർവ്യക്തികവാദികൾക്ക് അപ്രകാരമുള്ള ഭാഗ്യദേവതയെ വീക്ഷിക്കുവാൻ സാധ്യമല്ല. സുന്ദരമായ സൃഷ്ടികൾ നടത്തിയ ചിത്രകാരന്മാർക്ക് പരിപൂർണ തൃപ്തിക്ക് സ്വീകാര്യമാവിധം ഭഗവാന്റെ മനോഹരമായ വദനം ദർശിക്കാൻ കഴിയും. ഭഗവാന്റെ വദനം സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാഗമാവുന്നു. അദ്ദേഹത്തിന്റെ പുഞ്ചിരിയെ അവർ മനോഹരമായ പ്രകൃതി എന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷികളുടെ കർണമധുരമായ കളകൂജനത്തെ കലാകാരന്മാർ ഭഗവാന്റെ മന്ത്രിക്കുന്ന ശബ്ദത്തിന്റെ വിശിഷ്ട മാതൃകകളായി വിശേഷിപ്പിക്കുന്നു. വിശ്വപ്രപഞ്ചത്തിന്റെ വ്യവസ്ഥാപനത്തിനായി കൃത്യനിർവഹണ സേവനത്തിൽ ഭരണനിർവാഹക ദേവന്മാരുണ്ട്. മാത്രവുമല്ല സംസ്ഥാന സേവനത്തിൽ അത്ര പ്രബലരില്ലാത്ത ഭരണസംബന്ധമായ ചുമതലയുള്ള ദേവന്മാരുമുണ്ട്. അവർ മറ്റ് പ്രതിയോഗികളെ സദാ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അവർ ഭഗവത് ബാഹുക്കളിൽ അഭയം പ്രാപിക്കുന്ന പക്ഷം പ്രതിയോഗികളുടെ ആക്രമണത്തിൽ നിന്നും എപ്പോഴും അവരെ സംരക്ഷിക്കാൻ ഭഗവാന് കഴിയുന്നു. രാജ്യഭരണ സേവനത്തിൽ നിയുക്തനായ ഭഗവാന്റെ വിശ്വസ്ത സേവകർ ഉത്തമ ഭരണാധിപന്മാരാണെന്ന് മാത്രമല്ല, പൊതുജനങ്ങളുടെ താല്പര്യത്തെ നല്ലവണ്ണം സംരക്ഷിക്കാൻ കഴിവുള്ളവരുമാകും. ഭരണാധിപന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റുള്ളവർ അവരാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളെ കൊടും ദുരിതത്തിലേക്ക് നയിക്കുന്ന അരാജകത്വത്തിന്റെ പ്രതിരൂപമാകുന്നു. ഭഗവത്കരങ്ങളുടെ സംരക്ഷണത്തിൽ കീഴിൽ ഭരണാധിപന്മാർക്ക് സുരക്ഷിതമായി നിലകൊള്ളാൻ കഴിയുന്നു. സർവ്വതിന്റെയും അന്തസത്ത പരമപുരുഷനായ ഭഗവാനാകുന്നു. അദ്ദേഹത്തെ സാരം എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയോ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ ആലപിക്കുകയോ ചെയ്യുന്നവരെ സാരംഗതർ അഥവാ ശുദ്ധഭക്തർ എന്ന് വിശേഷിപ്പിക്കുന്നു. ശുദ്ധഭക്തർ സദാ ഭഗവത് പാദാംബുജങ്ങളെ അഭിലഷിക്കുന്നു. പാദപങ്കജത്തിൽ വിശിഷ്ടമായ തേനുണ്ട്. അത് ഭക്തരാൽ അതീന്ദ്രിയമായി ആസ്വദിക്കപ്പെടുന്നു. ഭക്തർ തേനിനു പിറകെ പായുന്ന തേനീച്ചകളെ പോലെയാണ്. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ പ്രതിജ്ഞാർപ്പിതനായ മഹാഭക്തനും ശ്രേഷ്ഠ ആചാര്യനുമായ ശ്രീലരൂപ ഗോസ്വാമി ഈ പങ്കജത്തിലെ തേനിനെ കുറിച്ച് സ്വയം തേനീച്ചയോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം ഒരു ഗാനം ആലപിച്ചു. അല്ലയോ എന്റെ ശ്രീകൃഷ്ണ ഭഗവാനെ, ഞാൻ എന്റെ പ്രാർത്ഥനകൾ അങ്ങേക്ക് സമർപ്പിക്കുന്നതിനായി യാചിക്കുന്നു. എന്റെ മനസ്സ് തേനീച്ചയെ പോലെ അല്പം തേനിനായി കേഴുന്നു. ആകയാൽ ദയവായി എന്റെ തേനീച്ച സമാനമായ മനസ്സിന് സർവ അതീന്ദ്രിയ മാധുര്യങ്ങളുടെയും ഉറവിടമായ അങ്ങയുടെ പാദകമലങ്ങളിൽ ഒരിടം നൽകിയാലും. വർഷങ്ങളോളം ഗാഠമായ ധ്യാനത്തിൽ നിരതരായിട്ടും ബ്രഹ്മദേവനെ പോലുള്ള മഹാദേവന്മാർ പോലും അങ്ങയുടെ പാദാംബുജ നഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികളെ ദർശിക്കുന്നില്ല. എങ്കിലും അല്ലയോ അപ്രമാദകരിയായ ഭഗവാനെ, അങ്ങയെ ശരണം പ്രാപിച്ച ഭക്തരോട് അങ്ങ് അതിയായ കൃപയുള്ളവനാകയാൽ എന്റെ അതിയായ മോഹം അവിധത്തിലുള്ള ആകുന്നു. അല്ലയോ മാധവ,
അങ്ങയുടെ പാദാംബുജ സേവനത്തിന് ആവശ്യമായ കലർപ്പില്ലാത്ത ഭക്തി എനിക്കില്ലെന്ന് അറിയാമെങ്കിലും അങ്ങയുടെ ദിവ്യത്വം ഭാവനാതീതമായി ശക്തിവത്താകയാൽ അസാധ്യമായതെന്തും പ്രവർത്തിക്കുവാൻ അങ്ങേക്ക് കഴിയുന്നു. സ്വർഗരാജ്യത്തിലെ പീയൂഷത്തെ പോലും അങ്ങയുടെ പാദാംബുജത്തിന് നിന്ദാഗർഭമായി പരിഹസിക്കുവാൻ കഴിയുന്നു. ആകയാൽ ഞാൻ അവയോടെ അങ്ങേയറ്റം ആകർഷകനായി തീർന്നിരിക്കുന്നു. അല്ലയോ നിത്യപരമോന്നത, ആകയാൽ അങ്ങയുടെ അതീന്ദ്രിയ സേവനത്തിന്റെ രുചി ശാശ്വതമായി ആസ്വദിക്കുവാൻ കഴിയുമാറ് എന്റെ മനസ്സ് അങ്ങയുടെ പാദകമലങ്ങളിൽ സ്ഥിരീകൃതമായി ഇരിക്കുവാൻ അനുവദിച്ചാലും. ഭഗവത് പാദാംബുജങ്ങളിൽ ഇടം ലഭിക്കുകയാൽ മാത്രം ഭഗവത് ഭക്തർ സംതൃപ്തരാകുന്നു. മാത്രവുമല്ല, ഭഗവാന്റെ സർവാകർഷകവും മനോഹരവുമായ വദനം ദർശിക്കുവാനോ ഭഗവാന്റെ ബലവത്തായ ബാഹുക്കളുടെ സംരക്ഷണമോ പിന്നെ ഭക്തർ കാക്ഷിക്കുന്നില്ല. അവർ സ്വഭാവത്താൽ വിനയാന്വിതരാകുന്നു. മാത്രവുമല്ല, ഭഗവാൻ സദാ അത്തരം വിനയാന്വിതരായ ഭക്തരോട് താല്പര്യം കാട്ടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ശില പ്രഭാസിന്റെ ഭാവാർത്ഥം അതിമനോഹരം. ഇവിടെ പറയുന്നു 4 ആസ്പെക്ട്സ് പറയുന്നു. ഭഗവാൻ കൃഷ്ണന്റെ സൗന്ദര്യത്തെ കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നു. അന്ന് ആദ്യം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ശ്രീയോ നിവാസോ യശസ്. ഓക്കെ, ഇവിടെ പറയുന്നു അദ്ദേഹത്തിന്റെ ചെസ്റ്റിനെ കുറിച്ച് പറയുന്നു. 4 ഭാഗങ്ങളാണ് പറയുന്നത് ഇവിടെ. ശ്രീ നിവസിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്മി ദേവി എവിടെയാണ് ഉള്ളത്? ഭഗവാന്റെ അദ്ദേഹത്തിന്റെ വക്ഷസ്ഥലത്ത്, അല്ലെ? അപ്പൊ വക്ഷസ്ഥലത്തെ കുറിച്ച് ആദ്യം പറയുന്നു. അപ്പൊ വക്ഷസ്ഥലം എന്ന് പറയുന്നത് ഭഗവാന്റെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സ്ഥലമാണ്. ലക്ഷ്മി ദേവി അവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ പറയുന്നത് ഭഗവാന്റെ വദനം, ഭഗവാന്റെ മുഖത്തെ കുറിച്ച്. പാനപാത്രം മുഖം ദൃശാം. ഇനി പാനപാത്രം, അതായത് ഈ അദ്ദേഹത്തിന്റെ ആ തിരുമുഖത്തെ എന്തായിട്ടാണ് ഇവിടെ ഉപമിച്ചിട്ടുള്ളത്? പാനപാത്രം മുഖം ദൃശാം. അതായത് കണ്ണുകൾക്ക് കുടിക്കാൻ വേണ്ടി പാനപാത്രമാണെന്ന്, അതായത് ഒരു പാത്രം പോലെയാണെന്ന്. കണ്ണുകൾക്ക് എത്ര കുടിച്ചാലും ആ സൗന്ദര്യത്തെ ആസ്വദിച്ചാലും മതിയാവാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു പാനപാത്രം, ഒരു വെസലാണ്, ഒരു പാത്രം പോലെ ആണ് ഭഗവാന്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ മുഖത്തെ വർണ്ണിക്കുന്നത്. ഇനി കൈകളോ ബാഹവോ ലോകപാലാനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൈകളാണെങ്കിൽ എല്ലാ ദേവന്മാരുടെയും ആശ്രയമാണ്. ഇനി അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളോ സാരാംഗണാനാം പദാംബുജം, എല്ലാ ഭക്തരുടെ, ശുദ്ധ ഭക്തരുടെ വാസസ്ഥലമാണ് ഭഗവാന്റെ തൃപ്പാദങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റെഫ്യൂജ്, അവരുടെ ഒരു ആശ്രയം, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് പറയുന്നത്. 4 കാര്യങ്ങൾ പറഞ്ഞു. വക്ഷസ്ഥലം ലക്ഷ്മി ദേവി, പിന്നെ മുഖം പാനപാത്രം പോലെ, കണ്ണുകൾക്കുള്ള പാനപാത്രം. കൈകളാണെങ്കിൽ ബഹവോ ലോകപാലാനാം, എല്ലാ ദേവന്മാരുടെയും അവരുടെ ഒരു ശക്തിയാണ്. ആക്ച്വലി ദേവന്മാരുടെ ശക്തി ഭഗവാന്റെ കൈകളിലാണ്, ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ശുദ്ധഭക്തരാണെങ്കിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചവരാണ്. അതാണ് പറയുന്നത്. 4 ഭഗവാന്റെ സൗന്ദര്യത്തിന്റെ 4 ആസ്പെക്ട്സ് ആണ് ഇവിടെ പറയുന്നത് ആക്ച്വലി. അപ്പൊ ഇതേപോലെ പാനപാത്രം ഇവിടെ പറഞ്ഞു, അല്ലെ? ഇതേപോലെ വേറൊരു സ്ഥലത്ത് ഭഗവാൻ കൃഷ്ണന്റെ വേണുഗീതം കേൾക്കുമ്പോൾ പശുക്കിടാങ്ങളുടെ ചെവികൾ ഇതേപോലെ ഒരു പാത്രം പോലെ ആവുന്ന, ഒരു ഫണൽ പോലെ ആവുന്നുള്ളത് നമ്മള് കണ്ടിട്ടുണ്ട് വേണുഗീതത്തില്. ഗാവസ്റ്റ കൃഷ്ണ മുഖ നിർഗത വേണുഗീത പീയൂഷം ഉത്തപിത കർണ പുടൈ പിപന്ത്യാഹ ശാവസ്നുതസ്തനപയ കവല സ്മതസ്തൂർ ഗോവിന്ദമാത്മനി ദൃശാർഷു കലാ സ്പൃശന്ത്യഹ. അവിടെ പറയുന്നുണ്ട് പീയൂഷം ഉത്തപിത കർണ പുടൈ പിപന്ത്യഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ
ഭഗവാൻ കൃഷ്ണന്റെ വേണുനാഥം കേൾക്കുമ്പോൾ പശുക്കളുടെ ചെവികൾ ഒരു പാത്രം പോലെയായി. കാര്യം ആ വേണുവിൽ നിന്ന് വരുന്ന ആ അതിമനോഹരമായിട്ടുള്ള അതിമധുരമുള്ള ആ അമൃത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ആ ചെവികൾ ഫണൽ പോലെ അല്ലെങ്കിൽ പാത്രം പോലെയായി മാറുന്നു. ഇവിടെയും ഈ ശ്ലോകത്തില് അത് വേണുവിധത്തിൽ പറഞ്ഞു, വേണുനാഥം കേൾക്കുമ്പോൾ ചെവികൾ, പശുക്കളുടെ ചെവികൾ. ഇവിടെ പാനപാത്രമായിട്ട് മുഖം, കണ്ണുകൾക്ക് ആ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള ഒരു പാത്രം പോലെ, അതായത് വീണ്ടും വീണ്ടും ആസ്വദിക്കാൻ സാധിക്കുന്നു. ഇപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വീണ്ടും അതിനെ റിലീസ് ചെയ്യാൻ സാധിക്കും അല്ലെ? അതേപോലെയാണ് അദ്ദേഹത്തിന്റെ മുഖം. അപ്പോൾ ശില പ്രഭുപാദി ഇതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നു. ആദ്യം തന്നെ അദ്ദേഹം ബ്രഹ്മസംഹിതയിലെ ശ്ലോകം ഇവിടെ ഭാവാർത്ഥത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചിന്താമണി, ആ ശ്ലോകം അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ധാമത്തിൽ എങ്ങനെയാണോ ലക്ഷ്മി, ആയിരക്കണക്കിന് ലക്ഷ്മി ദേവിമാര് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അവിടെ സുരഭി പശുക്കളുണ്ട്. സുരഭി പശുക്കളും അവിടെയുള്ള കൽപ്പവൃക്ഷങ്ങളും അല്ലെങ്കിൽ ചിന്താമണിയും എല്ലാം തന്നെ ആർക്ക് എന്ത് വേണോ അത് കൊടുക്കുന്നതാണ് അല്ലെ? എല്ലാം ചിന്താമണി പോലെ തന്നെയാണ്. സുരഭി പശുക്കൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, കൽപ്പവൃക്ഷങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതേപോലെ ചിന്താമണി, ആ രത്നങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആ ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഗോലോക വൃന്ദാവനത്തില് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ലക്ഷ്മി ദേവിമാർ. എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലക്ഷ്മി ദേവിമാര് വസിക്കുന്നു അദ്ദേഹത്തിന്റെ വക്ഷസ്ഥലത്ത് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഗോവിന്ദം ആദി പുരുഷം തമഹം ഭജാമി. പിന്നെ ഭഗവാന്റെ മുഖത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് കുറച്ച് ശിലപ്രഭാജിയോട് പറയുന്നു. അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ശ്ലോകവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓൾറെഡി പറഞ്ഞു. മധുരം മധുരം വപുരസ്യ വിഭോ എന്ന് പറയുന്ന ആ ശ്ലോകത്തില് ഭഗവാന്റെ ഭഗവാന്റെ വദനം, അതിനുശേഷം മുഖം, പിന്നെ സ്മിതം, മൂന്നും അതായത് ഒന്നിനൊന്ന് മെച്ചമാണ്. അതാണ് പറയുന്നത്. ഒന്നിനൊന്നിനേക്കാൾ കൂടുതൽ ഭംഗിയാണ് എന്നാണ് പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ കൈകളെ കുറിച്ച് പറയുമ്പോൾ ദേവന്മാരുടെ ശക്തിയാണ്. കാര്യം അവരെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഭൗതിക ലോകത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യുന്നത് അവരാണ് അല്ലെ? എന്നാൽ അവരുടെ ശക്തിയാണ് ഭഗവാന്റെ കൈകളിലാണ് അവർ ശരണം പ്രാപിച്ചിട്ടുള്ളത്. ആ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, എപ്പോഴാണോ അസുരന്മാര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ആ സമയത്ത് ആരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഭഗവാനാണ് കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഹിരണ്യകശിപു വന്നപ്പോഴും ഭഗവാന്റെ ആവശ്യം വന്നു. ഇനി വൃത്രാസുരൻ വരുന്ന സമയത്തും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ബ്രഹ്മാവിന്റെ അടുത്തേക്ക് പോകുന്നു, പിന്നെ വിഷ്ണുവിന്റെ അടുത്തും പോകുന്നു. ഭഗവാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ അസുരന്മാര്, അതായത് ദേവന്മാരുടെ കയ്യിൽ നിൽക്കാതെ വരുമ്പോൾ അവര് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ടാണ് അവരെ ദേവൻ എന്ന് വിളിക്കുന്നത്. അവർ അസുരരല്ല. അസുരന്മാർ ഒരിക്കലും ഭഗവാന്റെ അടുത്തേക്ക് പോവില്ല. ദേവന്മാര് അറ്റ്ലീസ്റ്റ് ആവശ്യം വരുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് പറ്റാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് അവർ ഓടും. അതുകൊണ്ട് വിഷ്ണുവിനെ മറക്കുന്നില്ല അവര്. അതുകൊണ്ട് അവരെ സുരന്മാരെന്ന് വിളിക്കുന്നത്. ഭക്തരാണ് അവര് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇവിടെ എല്ലാ ദേവന്മാരും ഭഗവാനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകളാണ് അവരുടെ ശക്തി. ഭഗവാന്റെ കൈയിന്റെ ശക്തിയിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. അതാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. എല്ലാവരും ഭഗവാന്റെ ആ കൈകളില് ആശ്രയം കണ്ടെത്തിയിരിക്കുകയാണ്. ഏത് അസുരം വന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാലും അവര് ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ ഉപയോഗിച്ച്. പിന്നെ പറയുന്നത് ഭക്തരെ കുറിച്ചാണ്. ഇവിടെ പറയുന്നു സാരം അല്ലെങ്കിൽ സാരംഗസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശുദ്ധഭക്തരെ. ശുദ്ധഭക്തരാണെങ്കിൽ അവരെപ്പോഴും
അവരെപ്പോഴും അവരുടെ സ്ഥാനം, അവര് ഒരുപാട് വിനയമുള്ളവരായിരിക്കും. അവരെപ്പോഴും ഭഗവാന്റെ തൃപ്പാദങ്ങളിലായിരിക്കും അവര് ശരണം പ്രാപിച്ചിട്ടുണ്ടാവുക. അവർക്ക് വേറെ ഒന്നും വേണ്ട. ശരണം ഭഗവാന്റെ തൃപ്പാദങ്ങളല്ലാതെ ഒന്നും വേണ്ട. ന നാകപൃഷ്ടം ന ചപാരമേഷ്ട്യം ന സർവഭൗമ ന രസാധിപത്യം ന യോഗസിദ്ധിം പുനർഭവം വ സമഞ്ജസത്വ വിരഹീയ കാംക്ഷേ. വൃത്തരാസുരൻ പറയുന്നു, എനിക്ക് സ്വർഗലോകം വേണ്ട, എനിക്ക് ധ്രുവലോകവും വേണ്ട, രസാതളവും സുതളവും ഒന്നും വേണ്ട. അങ്ങ് എന്ത് തരാം, ഇനി ബ്രഹ്മലോകത്തിലേക്ക് പോയിക്കോളൂ, എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ എന്ന് ഭഗവാൻ പറയാൻ റെഡിയാണ്. എനിക്ക് ഒന്നും താല്പര്യമില്ല, ഒന്നും വേണ്ട, അങ്ങയുടെ തൃപ്പാദങ്ങൾ വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട. സമഞ്ജസത്വ വിരഹീയ കാംക്ഷ, അദ്ദേഹത്തിന് അങ്ങയുടെ തൃപ്പാദങ്ങൾ മാത്രം മതി. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ആഗ്രഹം. അതേപോലെ തന്നെ ധ്രുവ മഹാരാജും അത് തന്നെയായിരുന്നു. കാഞ്ചൻ വിചിന്വോ അപി ദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാച്ചേ. അദ്ദേഹം ഭഗവാന്റെ ദർശനം കിട്ടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അല്ലെ, ധ്രുവ മഹാരാജ് പറഞ്ഞു, സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവമുനീന്ദ്ര ഗുഹ്യം കാഞ്ചൻ വിചിന്വ അപി ദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. ഓ ഭഗവാനെ, ഞാൻ എന്നെ പോലെ ഒരു വിഡ്ഢി വേറെയില്ല. ധ്രുവ മഹാരാജ് പറയുന്നു, സ്ഥാനാഭിലാഷി, വലിയ സ്ഥാനം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. എന്റെ മുത്തശ്ശനേക്കാൾ വലിയ സാമ്രാജ്യം, അതായത് ബ്രഹ്മാവിനേക്കാൾ വലിയ സാമ്രാജ്യം വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നതാണ്. പക്ഷേ അങ്ങയെ കണ്ടപ്പോൾ, അങ്ങയുടെ ദർശനം കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു സ്ഥാനാഭിലാഷി, സ്ഥാനം മാത്രമല്ല, എല്ലാം ഒന്നും വേണ്ട എനിക്ക്. ഞാൻ വെറും കുപ്പിച്ചില്ലുകളാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹം ബ്രഹ്മാവിനേക്കാൾ വലിയ സാമ്രാജ്യം വേണമെന്ന് പറഞ്ഞത് അത് വെറും കുപ്പിച്ചില്ലാക്കി കമ്പയർ ചെയ്തു. കാര്യം അദ്ദേഹം പറയുന്നു, ഇതിലൊന്നും ഒരു കാര്യമില്ല. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാജെ, എനിക്കൊരു വരവും വേണ്ട, എനിക്കൊന്നും വേണ്ട. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങൾ മാത്രം മതി. അങ്ങയുടെ തൃപ്പാദങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയെ സേവിക്കാനുള്ള അവസരം മാത്രമേ എനിക്ക് മതി എന്നാണ് ധ്രുവ മഹാരാജിന്റെ പ്രാർത്ഥന. അത് തന്നെയാണ് പ്രഹ്ലാദ മഹാരാജവും പ്രാർത്ഥിക്കുന്നത്. നരസിംഹദേവൻ അദ്ദേഹം പ്രഹ്ലാദനോട് ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്? എന്തും തരാൻ ഞാൻ തയ്യാറാണ്, എടുത്തോളൂ. പ്രഹ്ലാദ് പറയും, എനിക്കൊന്നും വേണ്ട, വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നരസിംഹദേവൻ വിടുന്നില്ല. എന്തെങ്കിലും നീ ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പ്രഹ്ലാദ് പറയുന്നത്. ഒന്ന് പറയും, അച്ഛൻ പാവം, അച്ഛന് മുക്തി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നരസിംഹദേവൻ പറഞ്ഞു, അത് പറയേണ്ട കാര്യം തന്നെയല്ലേ, 21 ജനറേഷനിലുള്ള ആളുകൾക്ക് മുക്തിയാണ്, ഒരാൾക്കല്ല, ഹിരണ്യകശിപുവിന് മാത്രമല്ല, എല്ലാവർക്കും 21 ജനറേഷൻ. അതിന്റെ കൂട്ടത്തിൽ പ്രഹ്ലാദ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്റെ ഗുരുനാഥൻ, എന്റെ ഗുരു ശ്രീപാദ് നാരദമുനി, എന്റെ ഗുരുവിനെ സേവിക്കാനുള്ള അവസരം, ഗുരുവിന്റെ സംഘം കിട്ടുവാനും ഗുരുവിനെ സേവിക്കാനുള്ള അവസരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഭഗവാൻ ഒരുപാട് സന്തോഷമായി. അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അല്ലെ. പ്രഹ്ലാദ് ചോദിക്കുന്നത് സേവനം വേണം എന്ന് പറയുന്നത്. ഗുരുവിന്റെ തൃപ്പാദങ്ങൾ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമായിരിക്കും. ശുദ്ധഭക്തരുടെ ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അഹം ഹരേർ തവ പാദൈക മൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസു പതിർ ഗുണാംസേ ഗൃഹീത വാക്കർമ്മ കരോതുകായ. വൃത്രാസുരന്റെ പ്രാർത്ഥനയിലെ ആദ്യത്തെ ശ്ലോകവും അവിടെയും പറയുന്നത് എന്താണ്? ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വൃത്രാസുരൻ എന്താണ്? ഓ കൃഷ്ണ, ഓ ഭഗവാനെ, അങ്ങയുടെ ഭക്തര്, അങ്ങയുടെ തൃപ്പാദങ്ങൾ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള ശുദ്ധ ഭക്തരുടെ സേവകനായി മാറി എന്റെ ശരീരവും വാക്കുകളും, അതായത് ബോഡി മൈൻഡും വേർഡ്സും എല്ലാം, കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധി എല്ലാം ആ ശുദ്ധ ഭക്തരുടെ സേവനത്തിനായിട്ട് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എന്റെ ആഗ്രഹം. ആ ഒരു അവസരം എനിക്ക് എന്ന് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. കാര്യം ശുദ്ധ ഭക്തരെ സേവിക്കുമ്പോൾ ഭഗവാനെ സേവിക്കുന്നതും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതാണ് പോയിന്റ്. കാര്യം ശുദ്ധഭക്തര് ഇവിടെ പറയുന്ന സാരംഗ എന്ന് ഉദ്ദേശിക്കുന്ന ശുദ്ധഭക്തർ ഓൾറെഡി ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധഭക്തരെ സേവിക്കുമ്പോൾ വൈഷ്ണവ സേവയും കൂടിയാണ്, കൂട്ടത്തിൽ ഭഗവത് സേവനം കൂടിയാണ്.
അപ്പോൾ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി അതാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹം അത് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ ഭഗവാന്റെ ഭക്തര് ഒന്നും ആഗ്രഹിക്കുന്നില്ല, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തരെ സേവിക്കുവാനും ഉള്ള ആഗ്രഹങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അല്ലാതെ ഒരു ലിസ്റ്റും ഇല്ല അവരുടെ കയ്യില്. ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും അവർക്കില്ല. ഇനി ചൈതന്യ ലീലയില് നോക്കുമ്പോൾ അവിടെ കോലവേച്ച ശ്രീധർ, മഹാപ്രകാശ് ലീല നടക്കുന്ന സമയത്ത് കോലവേച്ച ശ്രീധറിനെ വിളിച്ചു കൊണ്ടുവരാൻ പറയും മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു ഓരോരുത്തരെയും വിളിച്ചിട്ട് നിനക്ക് എന്ത് വേണം പറയൂ, ഞാനത് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം മഹാപ്രഭു പറഞ്ഞു ശ്രീധറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. കോലവേച്ച ശ്രീധറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ശ്രീധറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ആളുകൾ എല്ലാവരും, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധർ പണ്ഡിറ്റ്, ഹരിദാസ് ഠാക്കൂർ, ശുക്ലംബർ ബ്രഹ്മചാരി, മുരാരി ഗുപ്ത, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ശ്രീധർ? ആർക്കും മനസ്സിലായില്ല. ആരാണ് ഈ ശ്രീധർ? ഇതുവരെ കേൾക്കാത്തൊരു പേര്. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ രാത്രിയില് കീർത്തനത്തിൽ പങ്കെടുക്കുന്ന ശ്രീവാസാങ്കണിൽ കീർത്തനത്തിൽ പങ്കെടുക്കുന്ന ആരുമല്ല, പുതിയൊരാളെ കുറിച്ചാണ് മഹാപ്രഭു പറയുന്നത്. ഇത് ആരാണെന്ന് ഇവർ അത്ഭുതത്തോടു കൂടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരാണെന്ന് പറയും. മഹാപ്രഭു നിങ്ങൾക്ക് അറിയില്ലേ ശ്രീധരനെ? ആർക്കും അറിയുന്നുണ്ടാവില്ല, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് എന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഭക്തൻ വേറെയില്ല. അദ്ദേഹത്തിന്റെ ഭക്തി അദ്ദേഹം പുറമേക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എന്നാൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്, പെട്ടെന്ന് പോയി കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഒന്നാമത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവരെല്ലാവരും അത്ഭുതത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ അറിയാത്ത ആളെ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? മഹാപ്രഭു പറഞ്ഞു എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എവിടെ പോയി ആളെ വിളിക്കണമെന്ന് അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല ആളെ. മഹാപ്രഭു പറഞ്ഞു വളരെ സിമ്പിൾ ആണ് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ. ഗംഗ ക്രോസ് ചെയ്ത് പൊക്കോളൂ. ഗംഗ ക്രോസ് ചെയ്ത് പോയി അപ്പുറത്ത് എത്തിയതിനു ശേഷം 7 കിലോമീറ്ററോളം, എത്ര കിലോമീറ്റർ പറഞ്ഞ ഇത്രയും ദൂരം നിങ്ങൾ അകത്തോട്ട് നടന്നോളൂ. നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കീർത്തനം കേൾക്കും, ഹരേ കൃഷ്ണ കീർത്തനം കേൾക്കും. അത് കേൾക്കുന്നത് നോക്കി, ശബ്ദം നോക്കി നിങ്ങൾ പോയാൽ മതി. ഇത് സംഭവിക്കുന്നത് രാത്രിയാണ്, പറയുന്നത് രാത്രിയാണ്. രാത്രിക്ക് രാത്രി ഇപ്പൊ തന്നെ നിങ്ങൾ പോണെന്ന് പറഞ്ഞു. മഹാപ്രഭു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. കുറച്ചു പേര് ഇദ്ദേഹത്തെ തപ്പാൻ വേണ്ടി പോയി, ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പോയി. മഹാപ്രഭു പറഞ്ഞനുസരിച്ചിട്ട് തോണിയെടുത്ത് അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയി, ഗംഗ ക്രോസ് ചെയ്ത് പോയി. അവിടെ അവര് നടന്നു തുടങ്ങി. നടന്ന് ഓടുകയാണ് ചെയ്തത്. കാര്യം മഹാപ്രഭു എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓടി നടക്കുവാണ്. ഇവിടെ കീർത്തനം എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അവര് കേട്ടു ഹരേ കൃഷ്ണ 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 കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കുന്നത് കേട്ടു. അങ്ങനെ നോക്കി അവര് പോയപ്പോൾ ഒരു ചെറിയൊരു കുടിലിലേക്കാണ് എത്തുന്നത്. ഈ കുടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിലെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു കുടില്. എല്ലാ ഓല മേഞ്ഞിട്ടുള്ള കുടിലിൽ ഓട്ടകൾ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഓട്ടകൾ, വളരെ പരിതാപകരമായിട്ടുള്ള സ്ഥലം. അതിന്റെ ഉള്ളിൽ നിന്നാണ് ഹരേകൃഷ്ണ കേൾക്കുന്നത്. ഉടനെ തന്നെ അകത്ത് പോയി. അപ്പോൾ ശ്രീധറിന്റെ കാര്യം പറയുവാണെങ്കിൽ അവര് പോകുന്നേക്കാൾ മുമ്പ് ശ്രീധർ ഇതാണ്. ശ്രീധർ വളരെ പാവപ്പെട്ട ഒരു കോലവേച്ച, കേല എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമ്മള് പഴം അല്ലേ പറയും. കോലവേച്ച ബംഗാളിൽ പറയുമ്പോൾ പഴമും പഴത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം പഴം വിൽക്കുന്നു, അതേപോലെ വാഴയില വിൽക്കുന്നു, പിണ്ടി വിൽക്കുക. ഇതൊക്കെയാണ് ഇതാണ് അദ്ദേഹം വിൽക്കുന്നത്. ആക്ച്വലി അദ്ദേഹത്തിന്റെ വരുമാനം ഇതാണ്. എന്നാൽ അദ്ദേഹം ഇതെല്ലാം വിൽക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസില്, മാർക്കറ്റിൽ കിട്ടുന്നതിന്റെ പകുതിയുടെ പൈസക്കാണ് അദ്ദേഹം വിൽക്കുന്നത്. കാര്യം ഇദ്ദേഹം പ്രോഫിറ്റ് ഉദ്ദേശിച്ചിട്ടല്ല. അദ്ദേഹത്തിന് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഗംഗാ പൂജ എന്നും ചെയ്യും. ഇപ്പൊ ഗംഗാ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ വേണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനത്തെ അപ്പൊ അത്രയും പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ രാത്രിയിലുള്ള ഈ രോദനം
ഹരേ കൃഷ്ണ കരഞ്ഞുകൊണ്ടുള്ള കീർത്തനം, ചിലപ്പോ കീർത്തനമായിരിക്കും കരഞ്ഞുകൊണ്ട്, ചിലപ്പോ നാമമായിരിക്കും കരഞ്ഞുകൊണ്ട്. ഇത് കേട്ടിട്ട് അടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇയാള് രാത്രി ആയി കഴിഞ്ഞ്, രാത്രി പകലെന്നില്ല എല്ലാ സമയത്തും ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർക്ക് ബുദ്ധിമുട്ടായി. അവര് എന്നിട്ട് ഇനി ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാൻ ഉള്ള വകുപ്പില്ലാത്തത് കൊണ്ട് കരയുന്നതാണെന്ന് തോന്നണു എന്ന് വിചാരിച്ചിട്ട് ഇവര് ചിലപ്പോൾ ഭക്ഷണമൊക്കെ എറിഞ്ഞു കൊടുക്കും. കുറച്ച് പഴങ്ങളൊക്കെ, ചില ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കും, ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ എറിഞ്ഞു കൊടുക്കും ശ്രീധരന്. ഇത് കഴിച്ചിട്ട് മിണ്ടാതിരിക്കുക, അവിടെ ശല്യം ചെയ്യാതിരിക്കുക എന്ന് പറയും. പാവം ശ്രീധരൻ പറയും, എനിക്കിതൊന്നും വേണ്ട, ഞാൻ നിങ്ങളെല്ലാം വിളിക്കുന്നത്, ഞാൻ ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീധരന്റെ അടുത്താണ് ഇവര് പോകുന്നത്. ഇവര് പോയി ഈ കുടിലിനകത്തേക്ക് കയറുമ്പോ ശ്രീധരന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. മഹാപ്രഭുവിന്റെ പാർഷദരെല്ലാവരും കൂടെ പോയി വിളിക്കും, വരൂ പെട്ടെന്ന് വരൂ, ശ്രീ ചൈതന്യ മഹാപ്രഭു വിളിക്കുന്നുണ്ട്, ഉടനെ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു വിളിക്കുന്നുണ്ടെന്ന് കേട്ട സമയം, അത് കേട്ടപ്പാടെ ശ്രീധർ ബോധം പോയി. ശ്രീധർ ബോധം കിട്ടുപാടെ വേണം. ശ്രീധരന്റെ ബോധം പോയി. അപ്പോ കുറച്ചുപേര് പറഞ്ഞു, ഇനി ബോധം വരാൻ കാത്തിരിക്കേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോവാം. അദ്ദേഹത്തെ എടുത്തു, ഇവരെല്ലാവരും കൂടെ എടുത്തു, നേരെ പോവുകയാണ് ശ്രീവാസാങ്കണിലേക്ക്, ശ്രീവാസിന്റെ വീട്ടിലേക്ക്. അങ്ങനെ ഗംഗ ക്രോസ് ചെയ്ത് ഇവർ വീണ്ടും പോയി. അപ്പോഴേക്കും ശ്രീധരന് ബോധം വന്നു. ശ്രീധരനോട് പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു വിളിക്കുന്നുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇദ്ദേഹത്തിന് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല, അദ്ദേഹത്തിനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഉടനെ ഇവരെല്ലാവരും കൂടെ പോകുന്നു. ഈ സഭയിലേക്ക് മഹാപ്രഭു അവിടെ വിഷ്ണുവിന്റെ ഓൾട്ടറിൽ കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഭഗവാൻ രൂപത്തിൽ ഇരിക്കുകയാണ്. ശ്രീധരനെ വിളിച്ചു, ശ്രീധർ ഇങ്ങോട്ട് വരൂ. ശ്രീധർ പേടിച്ചിട്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി പോയി ഭഗവാന്റെ അടുത്ത്, മഹാപ്രഭുവിന്റെ അടുത്ത് നിന്നു. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് നീ, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, എനിക്കറിയാം. നിമായി ആയിരുന്നു, പരമദിവ്യതമ പുരുഷനാണ് നിമായി എന്ന് അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല അന്ന്. എന്നിട്ട് പറഞ്ഞു, ശ്രീധർ, എനിക്ക് നിന്നോടുള്ള സ്നേഹം പോലെ വേറെ ആരോടുമില്ല. മഹാപ്രഭു ചെയ്യാറുള്ളത് എന്താണ്? എല്ലാ ദിവസവും ശ്രീധരന്റെ അടുത്ത് പോകും. നിമായി ആയിരിക്കുന്ന സമയത്ത്, കുട്ടിയായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും അദ്ദേഹം ശ്രീധരന്റെ അടുത്ത് പോകും. ശ്രീധരന്റെ അടുത്ത് പോയിട്ട് പറയും, പഴം വേണം, വാഴയില വേണം, പിണ്ടി വേണം എന്നൊക്കെ പറയും. എന്നിട്ട് എല്ലാം എടുക്കും. എല്ലാം എടുത്തിട്ട് ചോദിക്കും, എല്ലാം കൂടി എത്ര പൈസ വേണം? ശ്രീധർ ഏറ്റവും കുറഞ്ഞ പൈസ പറയും. മാർക്കറ്റിൽ പോലും കിട്ടുന്നതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, പകുതിയുടെ പൈസയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രോഫിറ്റ് ഒന്നും ഇല്ല അദ്ദേഹത്തിന് ആക്ച്വലി. അദ്ദേഹം പറയും, വളരെ തുച്ഛമായിട്ടുള്ള പൈസ അദ്ദേഹം പറയും, ഇത്രയാണെന്ന് പറയും. കേൾക്കുമ്പോ മഹാപ്രഭു നിമായി പറയും, ഇത്രയും വില കൂടിയിട്ടാണോ? നിങ്ങൾ എന്ത് മനുഷ്യനാണ് ചോദിക്കും. ആർത്തിയാണോ നിങ്ങൾക്ക് പൈസയോട്? ആർത്തിയുള്ള ആളാണ് നിങ്ങള്? ഇതിനൊന്നും ഒരു വിലയില്ല, അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ പകുതി വിലക്ക് കിട്ടും, നിങ്ങള് എന്നിട്ട് ഇത്രയും പൈസ കൂട്ടി വിൽക്കുകയാണോ? ഇദ്ദേഹം ശ്രീധർ പറയുന്നു, ഞാൻ ഏറ്റവും കുറവ് പൈസയാണ് പറയുന്നത്, ഇതിൽ എനിക്ക് ലാഭമില്ല. ഈ കിട്ടുന്ന പൈസ എല്ലാം ഞാൻ ഗംഗാപൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയല്ല. എവിടെ വേണമെങ്കിൽ പോയി ചോദിച്ചോളൂ, ഇത്രയും പൈസ കുറവില് വേറെ എവിടെയില്ല. മഹാപ്രഭു പറയും, ഗംഗാപൂജയോ? നിങ്ങൾ ഗംഗാപൂജയോ? അതെന്തിനാണ് ഗംഗാപൂജ ചെയ്യുന്നത്? ഗംഗ എവിടെയാണ് ഇരിക്കുന്നത്? മഹാദേവന്റെ ശിരസില്. ആ മഹാദേവൻ ആരെയാണ് പൂജിക്കുന്നത്? എന്നെയാണ് പൂജിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പൂജിച്ചാൽ മതി, എന്തിനാ ഗംഗയെ പൂജിക്കുന്നേ? ശ്രീധർ ഇത് കേട്ടപ്പോ വിഷ്ണു വിഷ്ണു വിഷ്ണു, ഈ കുട്ടി ബ്രാഹ്മണൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിമായോട് പറയും. എന്നിട്ട് നിമായി പറയും, ഓക്കെ, അതൊക്കെ ശരി, എനിക്കറിയാം നിങ്ങൾ ആള് ശരിയല്ല. ശ്രീധരനോട് പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ട്, നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്, ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മറ്റുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ദരിദ്രനാണെന്ന് കാണിക്കുവാണ്. ഒരു ദിവസം ശ്രീധർ ഞാൻ അത് പുറത്തു കൊണ്ടുവരും എന്ന് നിമായി എന്നും പറയും. ശ്രീധറിന്റെ ഉള്ളിലുള്ള ധനം എന്താണ്? ഭക്തിയാണ്. പക്ഷെ
അന്നത്തെ സമയത്ത് ലീലയുടെ ഭാഗമായിട്ട് ശ്രീധരനെ ഒന്ന് ഇങ്ങനെ ടീസ് ചെയ്യാറുണ്ട് മഹാപ്രഭു. ശ്രീധരനോട് പറയും, ഇന്ന് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു, ഞാൻ ഒരു ദിവസം നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ഈ പൈസ ഈ ഇതെല്ലാം വിറ്റ് കിട്ടുന്ന പൈസ നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ വലിയ കോടീശ്വരനാണ്, സാധാരണ ആളൊന്നുമല്ല, എനിക്കറിയാം. ശ്രീധർ പറയും, ഈ കുറച്ച് അണ കിട്ടുന്നത് ഞാൻ പറഞ്ഞു ഇത്രയും കുറവിലുള്ളത് എനിക്കറിയില്ല, നിമായി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം അത്രയും പാവമാണ്. അവസാനം നിമായി പറയും, ശരി ഇതൊക്കെ പറഞ്ഞ് ശരി, എത്ര പൈസക്ക് തരും ഈ സാധനങ്ങള്? അപ്പൊ അദ്ദേഹം ഒരു പ്രൈസ് പറയും വീണ്ടും. അപ്പൊ ഇത്രയും കുറച്ചിട്ടാണ് പറയുന്നത്. മഹാപ്രഭു നിമായി പറയും, അതിന്റെ 10-1 ഞാൻ തരാം, അത്ര എനിക്ക് തരാൻ പറ്റുള്ളൂ, അതന്നെ കൂടുതലാണ് എന്ന് പറയും. ശ്രീധർ പറയും, അതിനും ഭേദം ഇത്, എനിക്ക് ഒന്നും തരണ്ട, ഇതെല്ലാം കൊണ്ടുപോകൂ എന്ന് പറയും. അത് പറയുമ്പോ നിമായി പറയും, അങ്ങനെ എനിക്ക് ഫ്രീ ആയിട്ടൊന്നും വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ, എന്നാ ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് പൈസ കൊടുത്തു പോകും. ഇത് ഡെയിലി സംഭവിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. സംഭവം ശ്രീധരന് മഹാപ്രഭു ഇതെല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം ഇത് സാധാരണ ഒരു ബ്രാഹ്മണൻ കുട്ടിയല്ല എന്നറിയാം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന തേജസ്സും ആ ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയാം, ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഭഗവാനാണ്. ഫുൾ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമാണ്. എന്താണെന്നറിയില്ല, ഈ കുട്ടിയുമായിട്ട് ആർഗ്യൂ ചെയ്യുമ്പോഴും ശ്രീധരന്റെ ഉള്ളിൽ എപ്പോഴും ആനന്ദമാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. മഹാപ്രഭു മഹാപ്രകാശ ലീലയിൽ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുന്നത് ഇതാണ് ശ്രീധരനോട്, നിനക്ക് എന്ത് വേണം? ശ്രീധർ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഇന്ദ്രനാവണോ? ഞാൻ ആക്കിത്തരാം, ഇപ്പൊ ആക്കിത്തരാം. ശ്രീധർ ഇന്ദ്രനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, എനിക്കൊന്നും വേണ്ട. പറയും, എനിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ പോട്ടെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹാരാജാവാക്കി മാറ്റാൻ തന്നെ ഞാൻ ആ ഒരു പൊസിഷൻ തരാം, എടുത്തോളൂ. വേണ്ട. ശ്രീധർ പറഞ്ഞു, എനിക്കത് ഒന്നിന്റെ ആവശ്യമില്ല. അഷ്ടസിദ്ധി നിനക്ക് തരാം, അഷ്ടസിദ്ധി നിനക്ക് തരാം, വേണോ? അത് എടുത്തോളൂ. ശ്രീധർ പറയും, എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. മഹാപ്രഭു പറയും, ഇങ്ങനെയായ ശരിയാവില്ലേ, എനിക്ക് എന്തെങ്കിലും നിനക്ക് തന്നേ പറ്റൂ, നീ പറയും എന്താ വേണ്ടത്, എന്തെങ്കിലും നീ ചോദിച്ചേ പറ്റൂ. അവസാനം ശ്രീധർ പറയും, ഇനിയും ജന്മങ്ങൾ എനിക്ക് ഇതേപോലെ കോലവെച്ച ശ്രീധറായിട്ട് തന്നെ ഇനിയും അങ്ങോട്ടുള്ള ജന്മങ്ങൾ മുഴുവനും ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ അത് കൂട്ടത്തിൽ എന്റെ അടുത്ത് എന്നും നിമായി ആ ബ്രാഹ്മണൻ കുട്ടിയായി അങ്ങ് നിമായി ആയിട്ട് വരാറുണ്ട്. എന്റെ അടുത്ത് വന്ന് ആർഗ്യൂ ചെയ്യാറുണ്ട്. ഇത് വാങ്ങിക്കാൻ വരും, പഴവും സാധനങ്ങളും വാങ്ങിക്കാൻ വരും. അതേപോലെ എന്നും എൻ്റെ അടുത്ത് വന്ന് അങ്ങ് ഞാനുമായിട്ട് ഇതുപോലെ വാക്കുതർക്കം ഉണ്ടാക്കി എന്നിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകണം. എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ. ഇനിയുള്ള ജന്മങ്ങളെല്ലാം അത് തന്നെ. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, എനിക്ക് വേറെ ഒന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കേട്ടപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ കണ്ണിൽ വെള്ളം വന്നു. അദ്ദേഹം ശ്രീധരനെ ഉടനെ തന്നെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ശ്രീധർ, ഞാൻ നിന്നെപ്പോലെ വിനയമുള്ള, നിന്നെപ്പോലെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലെ ഒരു ഭക്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ശ്രീധരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വേറെ ആരുമല്ല, ഗോലോക വൃന്ദാവനത്തിലെ എന്റെ സുഹൃത്താണ്. ശ്രീധർ ആക്ച്വലി ഭഗവാന്റെ സഖ, ഒരു ഫ്രണ്ടാണ് ആക്ച്വലി ഗോലോക വൃന്ദാവനത്തിലെ. സോ ഇതാണ് റിലേഷൻ. അപ്പോൾ ശ്രീധർ എന്താണ് ചോദിക്കുന്നത്? ശുദ്ധഭക്തനാണ്. സാരംഗസ്, നമ്മൾ സാരംഗസിനെ കുറിച്ചാണ് പറയുന്നത്. ശുദ്ധഭക്തര് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല, ഭഗവാന്റെ സർവീസ്, ഭഗവാന്റെ തൃപ്പാദങ്ങൾ മാത്രമാണ് അവരുടെ ഒരേ ഒരു ആശ്രയം. തൃപ്പാദങ്ങൾ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ചില രൂപ ഗോസ്വാമിയുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ശ്ലോകം ഇവിടെ അദ്ദേഹത്തിന്റെ വൈഷ്ണവഗീതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്ലോകം ഇവിടെ ശ്രീല പ്രഭുപാദി കോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ഓ കൃഷ്ണ, എന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു വണ്ട് തേനീച്ച പോലെയാണ്. തേനീച്ച ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോകും അല്ലെ, എന്തിനു വേണ്ടിയിട്ട്?
ശേഖരിക്കാൻ. എന്ത് ശേഖരിക്കാൻ? തേൻ ശേഖരിക്കാൻ. എന്നാൽ ഈ തേനീച്ച വന്ന് എവിടെയാണ് ശരണം പ്രാപിക്കുന്നത്? അങ്ങയുടെ തൃപ്പാദങ്ങൾ. കാര്യമാണെങ്കിൽ അങ്ങയുടെ തൃപ്പാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, മധു അല്ലെങ്കിൽ തേനിന്റെ ഉറവിടമാണ്, അമൃതിന്റെ ഉറവിടമാണ്. അത് മാത്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തേനീച്ചയാവാൻ, അതായത് സദാസമയം അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവോ അതേപോലെ മഹാദേവനോ അവർക്ക് ഭഗവാന്റെ കാലിലെ നഖത്തിലെ ആ ഒരു നഖം പോലും കാണാനുള്ള മഹാസൗഭാഗ്യം കിട്ടുന്നില്ല അവർക്ക്. പിന്നെയാണോ സാധാരണ ഈ പറയുന്ന ധ്യാനയോഗം ചെയ്യുന്ന മുനിവര്യന്മാർക്ക് എന്ത് കിട്ടാനാണ് അവർക്ക്? അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങൾ പോലും കാണാനുള്ള അവസരമില്ല. പോട്ടെ, കാലിലെ നഖം കാണാനുള്ള അവസരമില്ല. അതാണ്. എന്നാൽ ശ്രീല റൂപ ഗോസ്വാമി പറയുന്നു, എന്നാൽ അങ്ങയുടെ ശുദ്ധഭക്തരാണെങ്കിൽ അവര് എപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളെ സേവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് അങ്ങ് എല്ലാം കൊടുക്കുന്നു. അങ്ങേ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ശുദ്ധഭക്തർക്ക് അങ്ങ് എല്ലാം കൊടുക്കുന്നു. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ഓ ഭഗവാനെ, ഓ കൃഷ്ണ, എന്റെ മനസ്സ് സദാസമയവും എല്ലായ്പ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എപ്പോഴും ശരണം പ്രാപിച്ചിരിക്കട്ടെ. എന്നിട്ട് അങ്ങയുടെ തൃപ്പാദങ്ങളിൽ എപ്പോഴും സേവനം ചെയ്ത് ഇരിക്കാനുള്ള ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഓ ഭഗവാനെ, ആ ആഗ്രഹം എനിക്ക് നടത്തി തരണേ എന്നാണ് ശ്രീല റൂപ ഗോസ്വാമി പ്രാർത്ഥിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ആഗ്രഹം, ആകെയുള്ള ആഗ്രഹം. അപ്പോൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. വിനയം ഉണ്ടാവും. ഭക്തർ എപ്പോഴും വിനയത്തോടു കൂടിയിട്ടുള്ളവരായിരിക്കും. അവര് വേറൊന്നും, ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് ആഗ്രഹമില്ല. ഒരു പൊസിഷൻ, ഒരു സ്ഥാനവും ഒന്നും ആഗ്രഹിക്കുന്നില്ല അവര്. ന ധനം ന ജനം ന സുന്ദരിം കവിതാം വാ ജഗദീശ കാമയെ. അല്ലെ, മഹാപ്രഭു ഒരു ഭക്തന്റെ ഭാവത്തിലാണ്, അവിടെ ശുദ്ധഭക്തന്റെ മൂഡിലാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. ആക്ച്വലി ശിഷ്യാഷ്ടകത്തില് ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാന്റെ പാദസേവനങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ ശുദ്ധഭക്തര്. അങ്ങനെയുള്ളവരോട് ഭഗവാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെയുണ്ട്, സദാസമയവും, എപ്പോഴും. വേറെ ആരുടെ കൂടെ ഇല്ലെങ്കിലും ഇവരുടെ കൂടെയുണ്ട്. വേറെ ആരുടെ കൂടെ ഇല്ല എന്നുള്ള, എല്ലാവരുടെ കൂടെ ഉണ്ട്. എന്നാൽ ശുദ്ധഭക്തരുടെ കൂടെ അദ്ദേഹം തീർച്ചയായിട്ടും ഉണ്ട്. എപ്പോഴും അവരുടെ മാർഗനിർദ്ദേശമായിട്ട്, അവരുടെ ഗൈഡായിട്ട് അവരുടെ കൂടെ തന്നെയുണ്ട് കൃഷ്ണൻ. സോ അതാണ് ഭക്തര്. നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? ശുദ്ധഭക്തർ എവിടെ കിടക്കുന്നു? സോ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ, ഭാവാർത്ഥത്തിലൂടെ, ആചാര്യന്മാരുടെ മഹാകാരുണ്യം കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്നു. ഇനി അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓൾറെഡി ലേറ്റ് ആയി. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु श्रीला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, निताय गौर प्रेमानंदे, समवेद गौर भक्त वृंद की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण.